തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട കെ ജയകുമാറിനെ അയോഗ്യനാണെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് അയോഗ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കാർഷികോത്പാദന കമ്മീഷണർ ഡോക്ടർ ബി അശോകാണ് ഹർജി നൽകിയത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. സർക്കാരാണ് ഹർജിയിൽ മറുപടി പറയേണ്ടതെന്നും IMGയിൽ താത്കാലിക ചുമതലയാണെന്നും കെ ജയകുമാർ പറഞ്ഞത് കേൾക്കാം. ഞാൻ പ്രതികരിക്കേണ്ട ഒരു ചോദ്യമാണോ അത്? സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിനെതിരെയാണ് ഈ ഹർജി. അത് സർക്കാർ ഉചിതമായ രീതിയിൽ അതിൻ്റെ മെഷീനറി ഉപയോഗിച്ച് മറുപടി പറയും. ഒരു സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇരിക്കുന്നു. അവിടെ IMGയിൽ ഞാൻ തുടരുന്നുള്ള ശരിയാണ്. രണ്ടിടത്തുനിന്ന് ശമ്പളം വാങ്ങുന്നില്ല, എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ. ദേവസ്വം ബോർഡിൽ ഞാനൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ അവിടെ എനിക്ക് പകരമായ ഒരാളെ ഈ ഉടനെ തന്നെ ഗവൺമെൻറ് പോസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തന്ന ധാരണ. അതുവരെ തൽക്കാലത്ത് അത് ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത്. സർക്കാർ അത് ഉചിതമായ രീതിയിൽ പറയും. അതിനുള്ള മെഷീനറി ഗവൺമെൻറ് ഉണ്ടല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായുള്ള കെ ജയകുമാറിന്റെ നിയമനം നിയമവിരുദ്ധമായതുകൊണ്ടാണ് കോടതിയെ സമീപിച്ചതെന്ന് ബി അശോക് പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യാം. IMGയിൽ പകരക്കാരൻ ആര് വരണമെന്ന് ജയകുമാർ തീരുമാനിക്കേണ്ടെന്നും ബി അശോക് പറഞ്ഞു. ഈ പറയുന്ന ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1950 4-11 വകുപ്പുകൾ ഉപയോഗിച്ചാണ് മെമ്പർ പ്രസിഡന്റുമായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ ഞാൻ പരിശോധിച്ചപ്പോൾ അത് 7-ാം വകുപ്പ് പ്രകാരം അയോഗ്യതയുള്ള ഒരാളിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ആക്റ്റിൽ തന്നെ കേരള അസംബ്ലി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അയോഗ്യനായ ഒരാളിനെ നിയമിച്ചാൽ 8-ാം വകുപ്പ് അനുസരിച്ച് ഏതൊരു ഹിന്ദുവിനും തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അത് ചോദ്യം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഹർജി കൊടുത്തിരിക്കുന്നത്. 14-ാം തീയതി അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചിട്ടായിരുന്നു 15-ാം തീയതി ചുമതല എടുക്കേണ്ടത്. അതിന് തടസ്സമൊന്നുമില്ലല്ലോ. IMGയിൽ അദ്ദേഹത്തെ തുടർന്ന് ആര് വരുമെന്നുള്ളത് അദ്ദേഹമല്ലല്ലോ നിശ്ചയിക്കേണ്ടത്. അതിൽ അദ്ദേഹത്തിന് എന്ത് ചുമതലയാണുള്ളത്? ബി അശോകിനെ തള്ളിയും ജയകുമാറിനെ പുകഴ്ത്തിയും മുഖ്യമന്ത്രി രംഗത്തെത്തി. മുഖ്യമന്ത്രി പറഞ്ഞത് കൂടി കേൾക്കാം. ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം ഗവൺമെന്റ് നിശ്ചയിച്ചതിന്റെ ഭാഗമായിട്ട് മാറിയതാണ്. ജയകുമാറിനെ പോലൊരാളെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കി എന്ന് പറയുമ്പോൾ അതിന് നല്ല പൊതു സ്വീകാര്യതയാണ് ഉണ്ടായത്. കാരണം മുൻകാലങ്ങളിൽ പല ഘട്ടങ്ങളിലായി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് പൊതുവിൽ അയ്യപ്പ ഭക്തരെല്ലാം നല്ല നിലക്കാണ് സ്വാഗതം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫലപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് അവിടെ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇതിൽ നിയമവിരുദ്ധമായാണ് 7-ാം വകുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ ബി അശോക് വാദിക്കുന്നത്. അപ്പോൾ കോടതിയിൽ എങ്ങനെയാകും സർക്കാർ ഇതിനെ നേരിടുക? അനുജ, നിശ്ചയമായും സർക്കാരിന് ഈ കോടതി അയച്ച നോട്ടീസിന് മറുപടി നൽകേണ്ടി വരും. അപ്പോഴാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കുക. തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിലെ 4 വകുപ്പ് പ്രകാരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായോ അംഗമായോ ഒരാളെ നിയമിക്കുന്നത്. അങ്ങനെയുള്ളൊരു അംഗം സർക്കാരിൻ്റെ ഏതെങ്കിലും അധികാര പദവി, ശമ്പളം പറ്റുന്ന പദവി വഹിക്കരുത് എന്ന കാര്യം 7-ാം വകുപ്പിലെ 3-ാം ഉപവകുപ്പുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ IMG ഡയറക്ടർ ചുമതല വഹിക്കുന്ന കെ ജയകുമാർ ആ പദവിയിൽ ഇരിക്കെ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായി ചുമതലയേറ്റത്. ഇത് തീർച്ചയായും അയോഗ്യനാക്കപ്പെടാൻ പര്യാപ്തമായ പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബി അശോക് IAS വ്യക്തിപരമായി ഒരു സ്വകാര്യ ഹർജി എന്ന നിലയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ കോടതിയിൽ ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഹർജിയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വയംഭരണാധിക അവകാശമുള്ള ഒരു സംവിധാനമാണ്. അതിൻ്റെ സ്വയംഭരണാവകാശമുള്ള കടന്നുകയറ്റമാണ് അയോഗ്യരാക്കാൻ യോഗ്യതപ്പെട്ട ആളെ നിയമിക്കുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോടതി തീർപ്പാക്കേണ്ട വിഷയമാണ്. കോടതി ഇപ്പോൾ ബന്ധപ്പെട്ട സർക്കാരിൻ്റെ കക്ഷികൾക്കെല്ലാം നോട്ടീസ് അയച്ചിട്ടുണ്ട്. 2026 ജനുവരി 15 കോടതിയിൽ നേരിട്ട് ഹാജരാക്കണമെന്ന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. അപ്പോഴായിരിക്കും സർക്കാർ നിലപാട് വ്യക്തമാക്കുക. എന്തായാലും ഈ IMG ഡയറക്ടർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അവിടുന്ന് ശമ്പളം പറ്റിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായി ഇരിക്കാൻ ജയകുമാറിന് കഴിയില്ല. അവിടെ നിന്നാണ് ഇപ്പോൾ IMGയുടെ ഡയറക്ടർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടുള്ള ശമ്പളമാണ് വാങ്ങുന്നത്. അവിടെ ഉയർന്ന ശമ്പളവുമുണ്ട്. മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശമ്പളമല്ല, മറിച്ച് ഒരു അലവൻസാണ് ഈ ചെയർമാനായും മറ്റും വരുന്ന അംഗങ്ങൾക്കുമൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അതാണ് ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.